നമസ്കാരം. ഞാൻ ജിജി മാരിയോ. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനോവികാരം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പരാതികളും പരിഭവവും നിറഞ്ഞ ഒരവസ്ഥയിലായിരിക്കും മിക്കവാറും. രാത്രികളിൽ എന്തെങ്കിലും ദുഃഖവും സങ്കടമൊക്കെ ഓർത്തിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതേ ഫീൽ, അതേ എനർജി തന്നെയായിരിക്കും. നിരാശ, പരിഭവം, പരാതി. ചിന്തിക്കും, എന്തേ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെയൊരു ഭർത്താവ്, ഇങ്ങനെയൊരു ഭാര്യ, ഇങ്ങനെയൊരു മക്കള്, ഇങ്ങനെയുള്ളൊരു കുടുംബം. ഒത്തിരി സ്വപ്നം കണ്ടതായിരുന്നു, ഒത്തിരി പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. എന്റെ കൂട്ടുകാരൊക്കെ എത്ര നല്ല രീതിയിലാ, അവരൊക്കെ കളിയാക്കുകയാണ്. നിനക്കെന്തേ ഇങ്ങനെ ആയിപ്പോയത്? എത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിരുന്നു, എന്തേ നിനക്ക് ഇങ്ങനെ? നീ ചെയ്യുന്നതും തൊടുന്നതും ഒക്കെ പരാജയമാണല്ലോ, തോൽവിയാണല്ലോ എന്നൊക്കെ പലരും കളിയാക്കി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരിഭവവും കുറുകുറുപ്പോടും കൂടിയായിരിക്കും നമ്മൾ പലപ്പോഴും അടുക്കളയിലേക്ക് കയറുക, മറ്റു ജോലി കാര്യങ്ങൾ നോക്കുക, റിസൈൻ ചെയ്യുക, ജോലിക്ക് പോകാനായിട്ട് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. ഒത്തിരി തിരക്കുള്ള സമയത്ത് നമ്മളിങ്ങനെ പിറുകുറുത്തോണ്ടൊക്കെ ആയിരിക്കും അല്ലെ. രാവിലെ എഴുന്നേറ്റ് മുതൽ മൊത്തം തിരക്കാ ഓടുകയാണ്. അടുത്തൊരു 24 മണിക്കൂർ ഭയങ്കര ചാഞ്ഞു പിടിച്ച് ബഹളം വെച്ച് ഓടുകയാണ് അല്ലെ. അതിൻ്റെ ഇടയ്ക്ക് ഈ പിറുകുറുപ്പില്ലും കൂടെ. അപ്പൊ അതിനിടയില് നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴെങ്കിലും തമ്പുരാന്റെ അടുത്തിരിക്കാൻ, ഒന്ന് സ്വസ്ഥമായിട്ട് മൗനമായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും? അഥവാ നമ്മൾ എഴുന്നേറ്റാൽ തന്നെ നമ്മൾ എന്താ ചെയ്യാ? പെട്ടെന്ന് തന്നെ പിതാവിനും പുത്രനും തമ്പുരാനെ കാത്തോളിനെ തീർന്നു, അങ്ങനെയല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ നോമ്പുകാലത്ത് ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം, അതിശയിപ്പിക്കുന്ന ഒരു വാഗ്ദാനം ഞാൻ പറയുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഈശോ പറഞ്ഞതാ, വചനം പറഞ്ഞതാ. അതേതാണെന്നറിയാമോ? ഹബക്കൂക്കിന്റെ പുസ്തകത്തില് ഈശോ ദൈവം പറയുകയാണ്, 1:5 തമ്പുരാൻ പറയുന്ന ഇതാണ്, പറയുന്ന വചനമാണ്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നാ പറയണേ. നിന്നോട് പറഞ്ഞ നീ വിശ്വസിക്കത്തില്ല. കാരണം നീ ഒരുപാട് നാളായിട്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാ, സങ്കടപ്പെട്ടുകൊണ്ടിരുന്നതാ, കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാനിതാ നിന്റെ ജീവിതത്തില് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടത്താൻ പോവാണെന്നാ തമ്പുരാൻ പറയണേ. നിനക്ക് വിശ്വസിക്കാവോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. ഈ വചനം എനിക്കുള്ളതാ, ദൈവം പറഞ്ഞത് എന്നോടാണ് എന്ന് വിശ്വസിക്കുക. അത് കഴിഞ്ഞ് തമ്പുരാൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടാ, യോഹന്നാൻ 11:40. കാരണം ഇപ്പൊ ചിലരൊക്കെ എന്നോടാണാവോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത്രയും നാളായിട്ട് മുടങ്ങി കിടക്കുന്ന എന്റെ ജോലിയുടെ പ്രൊമോഷൻ, വിസ, കുറെ ലക്ഷങ്ങൾ കൊണ്ട് വിദേശത്ത് പോകാൻ വേണ്ടി കെട്ടിയിരിക്കുക, അത് ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ല. 2-3 വർഷമായി. 5-10 ലക്ഷം രൂപയാ കിടപ്പാട വിറ്റ കാശ്. അതൊക്കെ നടക്കുവോ? എന്നോടാണാവോ? OIT എക്സാം ഞാൻ എഴുതാൻ പോവാ, അത് പാസ്സാവോ? എന്നോടാണോ? എന്റെ ഈ പുരയുടെ നിൽക്കാൻ പോവാ, നടക്കുവോ തമ്പുരാനെ? എന്നോടാണ് ഈ പറഞ്ഞത് എന്നൊക്കെ നമ്മളിങ്ങനെ അതിശയത്തില് സംശയിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ സംശയിക്കുന്നതിനോട് തമ്പുരാൻ വീണ്ടും ഒരു വചനം പറയാണ്. യോഹന്നാൻ 11:40 ഈശോ പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇത് കൊച്ചേ, മോനെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. നീ എന്താണോ വിശ്വസിക്കുന്നത്, നീ എന്താണോ നീ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്, സ്വപ്നം കാണുന്നത്, അത് നീ വിശ്വസിക്കേ, നിന്റെ ജീവിതത്തിൽ നടക്കും. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തിനാ സംശയിക്കണേ? വീണ്ടും തമ്പുരാൻ പറയണ വേറൊരു വചനമുണ്ട് കേട്ടോ, ലൂക്കായുടെ സുവിശേഷം 12:28. എന്താ പറയണേന്നറിയാവോ? അത് നമ്മളോട് തന്നെ പറയാണ്. ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം അണിയിക്കില്ല. കാരണം ഇപ്പോഴും നമുക്ക് സംശയമാ, തമ്പുരാനെ എന്നോടാണ് ഈ പറയണേ. അങ്ങനെ സംശയിച്ചിരിക്കുന്നതോട് തമ്പുരാൻ വീണ്ടും പറയാം, ഇടി പൊട്ടിക്കളിപ്പെണ്ണേ, ഇവിടെ കൊച്ചേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഈ വയലിലെ പുല്ലും ചെടിയും ഒക്കെ എത്ര മനോഹരമായിട്ടാ തഴച്ചു വളരുന്നേ, നീ കാണുന്നില്ലേ? അപ്പോ അല്പവിശ്വാസികളെ നിന്നെ ഞാൻ എത്ര മനോഹരമായിട്ട് ഞാൻ അണിയിക്കും എന്നാ തമ്പുരാൻ പറയണേ. അപ്പോ അങ്ങനെയൊക്കെ എത്ര വലിയ ഒരു വാഗ്ദാനത്തിലാ നമ്മളെ തമ്പുരാൻ കൊണ്ടുപോകണേന്നറിയാവോ? എന്തേ നമുക്ക് എന്നിട്ടും വിശ്വസിക്കാൻ ഒരു മടി? ഈശോ എന്നോടാണ് ഈ പറഞ്ഞേ? തീർച്ചയായിട്ടും എന്നോട് തന്നെയാ പറഞ്ഞിരിക്കണേ.
നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഭയപ്പെട്ടതെന്തോ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന്. അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിക്കും, അയ്യോ എന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ അപകടമാണോ വരാൻ പോണേ, എന്തൊക്കെ കുരിശാണോ വരാൻ പോണേ. ഓരോ ദിവസം എഴുന്നേക്കുമ്പോൾ പേടിച്ചാ ജോലിക്ക് പോണേ, കാര്യങ്ങളൊക്കെ നീക്കണേ. ഇന്ന് എന്ത് കുരിശാണാവോ എന്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്തിട്ടാ ചങ്ക് പെടയാണ് എന്നൊക്കെ ചിന്തിക്കണില്ലേ. അപ്പൊ അങ്ങനെ ഭയപ്പെടരുതെന്നാ പറയണേ. ജോബ് പേടിച്ചു, അയ്യോ എന്റെ ഭാര്യ പോവോ, മക്കള് പോവോ, പോയി. എന്റെ സ്വത്തും പണമൊക്കെ പോവോ, പോയി. വീടും സ്ഥലങ്ങളൊക്കെ പോവോ, പോയി. ആടും മാടുകളൊക്കെ പോവോ, ഭയപ്പെട്ടു. അതെന്തോ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും സംശയിക്കണ്ട. ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ പറയണെന്താ, 1:5 നീ വിശ്വസിക്കേ, പറഞ്ഞാൽ വിശ്വസിക്കാനാവട്ടെ. അതായത് നിന്നോട് പറഞ്ഞാൽ നിനക്കൊരു ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നീ അതിശയിക്കുന്ന തരത്തില് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ പോവാണ്. നിന്റെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാനത് ചെയ്യാൻ പോകുന്നു. ഹബക്കൂക്ക് 1:5. തീർച്ചയായിട്ടും ഈ നോമ്പ് കാലം തീരുന്നതിന് മുന്നേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തും നടക്കാൻ പോവാണ്. നിങ്ങളുടെ കൺമുമ്പിൽ അതിശയിക്കാൻ പോവാണ്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാവോ? എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു 15 മിനിറ്റ് തമ്പുരാന് വേണ്ടി മാറ്റിവെക്കാം. എഴുന്നേറ്റ ഉടനെ നിങ്ങൾ കിടക്കപ്പായിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇടം തോന്നുന്നത് അവിടെ ഇരിക്കാം. ബൈബിളിൽ കയ്യിൽ വെക്കാം. എന്നിട്ട് ഈ വചനം ഒന്ന് വായിക്കാം. ഇത് വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി എന്റെ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. എന്റെ നാളുകളിൽ നിന്ന് വായിക്കും. നിങ്ങളുടെ നാളുകളിൽ നിന്നോട് നമ്മളാണല്ലോ. എന്റെ നാളുകളിൽ ഞാനെന്ന് പറയുന്ന ദൈവമാണല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്നു. അത് വായിക്കാം. അത് വായിച്ചിട്ട് ദീർഘശ്വാസം മേലിട്ടെടുക്കുക, പതുക്കെ ശ്വാസം താഴോട്ട് വിടുക. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. എന്താണെന്നറിയാവോ? ആ പ്രവൃത്തി, കാരണം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രവൃത്തി നടക്കുന്നതായിട്ട് സ്വപ്നം കാണുക. ഉറപ്പായിട്ട് തന്നെ നടക്കും കേട്ടോ. അത് ഒരു 5 മിനിറ്റ് സ്വപ്നം കാണുക. നടു നിവർന്നിരിക്കുക, ശ്വാസം മേൽപോട്ടെടുക്കുക, താഴോട്ട് വിടുക. എന്നിട്ട് ദൈവം പറഞ്ഞ ഈ വചനം ഒന്ന് ധ്യാനിക്കാം. നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ കാണുക. അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാം, ദൈവമേ ഈ വചനപ്രകാരം എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ. എന്താണ്? ഈ വചനപ്രകാരം എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി ദൈവമേ എന്ന്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടാണ്. നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് ഫീലിംഗ് തോന്നും, പ്രത്യാശ തോന്നും, പ്രതീക്ഷ തോന്നും. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അങ്ങ് പോകും. മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പ്, ഒരു ഊർജം, ഒരു ഉന്മേഷം ഒക്കെ തോന്നും നമുക്ക്. ആരോഗ്യം നമ്മുടെ മെച്ചപ്പെടും. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, വീട്ടിലാണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മൾ കാണുന്നവരെയാണെങ്കിലും സന്ധിക്കുന്നവരെയാണെങ്കിലും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ആ ഒരു സാഹചര്യങ്ങളായിരിക്കും ദൈവം നമ്മളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുതരിക. ഒക്കെ ഭയങ്കര വല്ലാത്തൊരു ഒരു പ്ലസന്റ് ഫീലിംഗ്, ഒരു എന്തൂസിയാസം നമ്മുടെ മുഖത്തുണ്ടാവും കേട്ടോ. അത് ഒരു ദിവസമോ 2 ദിവസമോ ചൊല്ലി നിർത്താനല്ല ഞാൻ പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ ഒരു ധ്യാനം രാവിലെ എഴുന്നേറ്റുടനെ അത് തന്നെയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, ആ ഒരു ഫീലിംഗ്, ആ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നമ്മൾ ആ ഒരു ദിവസത്തെ മുഴുവൻ ഊർജം തരുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എമിറ്റ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോ ഒരു മാസം 2 മാസമൊക്കെ പ്രാർത്ഥിച്ചിട്ടും പിന്നെ ഇതെന്തുട്ടിനാ ഞാൻ പ്രാർത്ഥിച്ചിട്ട് തമ്പരാനൊന്നും കേൾക്കണമെന്നില്ല, വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നു എന്നും പറയും നമ്മൾ ഉപേക്ഷിക്കും, നിർത്തിക്കളയരുത് കേട്ടോ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. എപ്പോഴാ തമ്പുരാൻ പ്രവർത്തിക്കാന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ആ നിർത്തുന്ന സമയത്തായിരിക്കും നമ്മൾ തമ്പുരാൻ ദൈവ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആ ദിവസം. അതുകൊണ്ട് എപ്പോഴും കാത്തിരിക്കുക. എന്തായാലും ഈ വചനം വരും നാളുകളിൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി വരും നാളുകളിൽ നിനക്കായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് ഈശ്വരൻ പറഞ്ഞ ഈ വചനം നമുക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് ധ്യാനത്തിന് ഒരു ധ്യാന ഭാഗമാക്കി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നല്ലതേ തരുള്ളൂ. അത് എന്നോടാണ് പറഞ്ഞത്. ഇപ്പൊ ദുഃഖിച്ചിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, ഒരു പരിഹാരവും ജീവിതത്തിൽ ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എന്നോടാണ് തമ്പുരാൻ പറഞ്ഞത്. എന്നോട് മാത്രം. ഈ വചനം കാണുന്ന നിങ്ങൾ ബൈബിൾ ഭാഗം ഒന്ന് എടുത്തു തുറന്ന് നോക്കിയേ. നിങ്ങളോട് തന്നെയാ പറയണേ. ഹബക്കൂക്ക് 1:5. ഹബക്കൂക്ക് ചോദിക്കാണ് ദൈവത്തിനോട്, ദൈവമേ എന്തൊക്കെ കഷ്ടപ്പാടാ, ദുഃഖമാണ്, ദുരിതമാണ്,
എത്ര നാളായിട്ട് ഞാൻ കഷ്ടപ്പെടുന്ന പരാതി പറയാണ് ദൈവത്തിന്റെ അടുത്ത് പരാതി പറയാ ഹബക്കൂക്ക്. നിങ്ങൾ ഒന്നാം അധ്യായം ഒന്നാമത്തെ ആ ലൈൻ വാക്യം മുതൽ അങ്ങ് വായിച്ചു നോക്കിയോ, അപ്പം മനസ്സിലാവും എന്തൊക്കെ കഷ്ടപ്പാടാ ഞാൻ അനുഭവിക്കണേ. ഇതിനൊരു അറുതിയില്ലേ എന്ന് ഹബക്കൂക്ക് ദൈവത്തിനോട് ചോദിക്കാം. അപ്പം ദൈവം അരുളി ചെയ്യുന്നതാണ്, നീ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് എന്നോട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിച്ചോട്ടെ, എല്ലാ മാസവും